എല്ലാവർക്കും നമസ്കാരം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പെന്തക്കോസ്തുകാരായിരിക്കുന്ന ആൾക്കാർ കുറച്ച് വിവേകത്തോടെയൊക്കെ മുൻപോട്ട് പോകണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് വേണ്ട അടുത്ത സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ നമ്മുടെ അടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നുമാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നാഗർകോവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിങ്സ്ലി ഗിൽബർട്ടോ അങ്ങനെ എങ്ങാണ്ട് പേരുള്ള ഒരു പാസ്റ്റർ തൻ്റെ 2 വയസ്സ്, പിന്നെ 6 വയസ്സ്, പിന്നെ 8 മാസം ഇത്രയും പ്രായമുള്ള 3 കുഞ്ഞുങ്ങളെ വളരെ ക്രൂരമായി മർദ്ദിച്ച് അവശരാക്കി ഇട്ടിരിക്കുകയാണ്. ആ പാസ്റ്റർ എന്ന് പറയുന്നവനെ പോലീസും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളി ആ പിള്ളേരെ ഉപദ്രവിക്കുവാൻ പറഞ്ഞ കാരണം ഇവർ പാസ്റ്ററാണ്, ഇയാൾ പാസ്റ്ററാണ്. പാസ്റ്ററും ഭാര്യയും കൂടെ സുവിശേഷവൽക്കരിക്കാൻ വേണ്ടി നാട് നീളെ നടക്കുകയായിരുന്നു. വീടുകളിൽ കൂടിയൊക്കെ കയറി ഇറങ്ങി സുവിശേഷവൽക്കരിക്കാൻ പോയ സമയത്ത് ഈ 3 കുഞ്ഞുങ്ങളെ വീടിൻ്റെ അകത്ത് പൂട്ടിയിട്ടിട്ട് പോയിട്ട് ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? അപ്പനും അമ്മയും വരാൻ ലേറ്റ് ആകുന്നത് കണ്ടപ്പോൾ ഇതുങ്ങൾ അടുത്ത വീട്ടിൽ കളിക്കാൻ പോയി. ഈ 6 വയസ്സും 2 വയസ്സും 8 മാസവും പ്രായമുള്ള കുഞ്ഞുങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ കളിക്കാൻ പോയപ്പോൾ ഇവർ തിരിച്ചു വന്നതിന് ശേഷം കുഞ്ഞുങ്ങളെ വീട്ടിൽ കാണുന്നില്ല. നോക്കുമ്പോഴാണ് അടുത്ത വീട്ടിൽ പിള്ളേരാണ്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പുള്ളിക്കങ്ങ് ആകപ്പാടെ പ്രശ്നമായി. പിള്ളേരെ പിടിച്ച് അങ്ങ് അടിച്ചു. കാരണം എന്താണ്? പിള്ളേർ അടുത്ത വീട്ടിൽ, അത് ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാരാണ്, അവരുടെ വീട്ടിൽ കളിക്കാൻ പോയതുകൊണ്ട് പിള്ളേരുടെ ദേഹത്ത് ബാധ കയറി, പിശാച് കയറി എന്നും പറഞ്ഞുകൊണ്ട് പിശാചിനെ ഒഴിപ്പിച്ചതുപോലെ ഈ ഇത്തിരി പോകുന്ന കുഞ്ഞുങ്ങളെ അടിച്ച് പുറം പൊളിച്ച് ആ കുഞ്ഞുങ്ങളെ ബാധ ഒഴിപ്പിച്ചതാണ് ഈ പുള്ളി. ഇയാൾ ആരാണ്? പാസ്റ്റർ. എന്തായിരുന്നു ജോലി? അയൽവക്കത്തുള്ള എല്ലാവരെയും സുവിശേഷവൽക്കരിക്കാൻ വേണ്ടി പോയതാണ്. ഈ പുള്ളിയുടെ ദേഹത്തുള്ള പിശാചിനെ അഴിച്ചു കളഞ്ഞിട്ട് വേണ്ടായിരുന്നോ ആദ്യം ഈ പണിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്? ഈ പുള്ളിയുടെ ദേഹത്ത് കൊടും പിശാച് ഇരിക്കുന്നത് കൊണ്ടല്ലേ ആ ഇത്തിരി പോകുന്ന കുഞ്ഞുങ്ങളെ ഇത്രയും അടിച്ച് ശരിപ്പെടുത്തുവാൻ ഇയാൾക്ക് പറ്റിയത്. ഒരു നോർമൽ ബോധമുള്ള ഒരു നോർമൽ മനുഷ്യന്, ഇച്ചിരി മനസാക്ഷിയുള്ള മനുഷ്യന്മാർക്ക് ആർക്കെങ്കിലും ഈ 8 മാസവും 2 വയസ്സും 6 മാസമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഇതുപോലെ അടിച്ചു ശരിപ്പെടുത്തുവാനായിട്ട് തോന്നത്തില്ല. ഈ പുള്ളിയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്കറിയാവുന്ന കാര്യമാണ്, ഈ തമിഴ്നാട് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തുള്ള ഈ പെന്തക്കോസ്ത് പാസ്റ്റർമാരും അവിടെയുള്ള പെന്തക്കോസ്ത് വിശ്വാസികളുമാണ് ഇന്ന് നമ്മുടെ ഈ പെന്തക്കോസ്ത് ഗോളത്തെ ഒരു 75% ഒരു കോമാളികളാക്കി മാറ്റിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം നമ്മൾക്കറിയാം എന്തോരമാണ് അവിടെ. നമ്മുടെ കേരളത്തിലെ പോലെയല്ല, അവിടെ കൂണുപോലെ പാസ്റ്റർമാരും കൂണുപോലെ സഭകളുമാണ്. ഒരു വിധത്തിലുള്ള അടിസ്ഥാനവുമില്ലാത്ത സഭകളും പാസ്റ്റർമാരുമാണ്. നല്ല ദേവദാസന്മാരുണ്ട് അവിടെ, നല്ല വചന പണ്ഡിതന്മാരൊക്കെ ഉണ്ട്, എനിക്കറിയാം വചന പണ്ഡിതന്മാരൊക്കെ അവിടെയുണ്ട്. പക്ഷേ ഈ ഒരു 75% ചുമ്മാ കള്ള പാസ്റ്റർമാരെന്ന് വെച്ചാൽ ഇതൊരു ചുമ്മാ ഒരു വരുമാന മാർഗമായിട്ട് കാണുന്ന കുറേ പാസ്റ്റർമാർ നമ്മുടെ കേരളത്തിലുമുണ്ട്. അങ്ങനെ കുറേ കള്ള പാസ്റ്റർമാർ, പ്രത്യേകിച്ച് നമ്മുടെ IPC, ചർച്ച് ഓഫ് ഗോഡ്, AG ഇതുപോലെയുള്ള സഭകളുടെ കീഴിൽ ഇങ്ങനത്തെ കുറേ പാസ്റ്റർമാരുണ്ട്. അവരെന്തിനാണെന്നറിയാമോ? ഒരു ബൈബിൾ കോളേജിലൊന്നും പഠിച്ചവരല്ല. അവരെ വോട്ടിന് വേണ്ടിയിട്ട്, അതായത് ഓവർസിയർമാരെയും അല്ലെങ്കിൽ ഈ പ്രസിഡൻറ്റിനെയും ഒക്കെ തിരഞ്ഞെടുക്കുന്ന വോട്ടിംഗ് വരുമല്ലോ, അന്നേരം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേർക്ക് ഇങ്ങനെ ചുമ്മാ വിളിച്ച് അവർക്ക് ബൈബിൾ കോളേജിൻ്റെ പടി പോലും കാണാത്തവരെ വിളിച്ചിട്ട് ഇവർ ഓർഡിനേഷൻ കൊടുത്ത കുറേ എണ്ണങ്ങൾ കേരളത്തിലുമുണ്ട്. ഓക്കെ, പക്ഷേ ഇതുപോലെ ഈ തമിഴ്നാട്ടിൽ കിടന്നിട്ട് എത്ര എണ്ണങ്ങളാണ് നമ്മൾക്കറിയാം. അവിടെ ഞാനൊരു പ്രാവശ്യം പോയിട്ടുണ്ട്, ഒരു പാസ്റ്ററിനെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ പോയതാണ്. പുള്ളി മരിച്ചവരെയൊക്കെ ഉയർപ്പിച്ചൊരു ദേവദാസനാണ്, അദ്ദേഹം നല്ലൊരു ദേവദാസനാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പേര് കൂടെ അവിടെ പോയതാണ്, കോയമ്പത്തൂർ പോയതാണ്, ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഈ വിശ്വാസികളെ കാണുമ്പോഴത്തേക്കും നമുക്ക് ചിരിക്കണോ കരയണോ എന്ന് തോന്നുന്ന അവസ്ഥയാണ്. കാരണം ഒരു ഭാഗത്ത് ഇവർക്ക് നല്ല ഭക്തിയും നല്ല ദൈവസ്നേഹവും ഒക്കെ ഉണ്ട്, പക്ഷേ ഇവർക്ക് അടിസ്ഥാനമില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം ഈ പാസ്റ്റർ എന്തെങ്കിലും എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ കിടന്നുകൊണ്ട് അങ്ങ് തുള്ളി മറിയുവാണ്. എന്നിട്ട് അയ്യോ ആവി വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആവി വന്നാച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര മറിയലാണ് ഇവർ കിടന്നുകൊണ്ട്. ഇവർ പറയുന്നത് പരിശുദ്ധാത്മാവ് പാസ്റ്ററോടെ എന്തെങ്കിലും എന്ന് പറയും, പുള്ളി ഒരു 2 ഊത്തും, ഇങ്ങനെ ഊതും, പിന്നെ ഒരു 2 കൈയും കൂടെ വീശും, ഒരു തുവാലി അങ്ങ് കറക്കുമ്പോഴത്തേക്കും ഇവരുടെ ദേഹത്തോട്ട് മുഴുവൻ അങ്ങ് ആവി വന്നു എന്നാണ് ഇവർ പറയുന്നത്. അമ്മാതിരി കളി ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു ന്യൂസ് വന്നില്ലെങ്കിൽ അതിശയിക്കാനുള്ളൂ. ഇന്ന് നമ്മൾക്കറിയാം, ഇന്ന് പെന്തക്കോസ്ത് കോളത്തിലെടുത്താൽ കുറേ പാസ്റ്റർമാരുടെ ദേഹത്ത് എന്താണ് ഈ പിശാച്, ഈ ബാധ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ അഴിക്കാൻ ആർക്കും പറ്റുന്നില്ല. കാരണം എന്താണ്? ഇത് നമ്മൾക്കറിയാം, ഫാസ്റ്റിംഗ് പ്രേയറുകൾ വെച്ചാൽ പുറത്തുനിന്നൊക്കെ ദേവദാസന്മാരെ കൊണ്ടുവന്ന് ഓരോ ചർച്ചകളിലും പുറത്തുനിന്ന് ദേവദാസന്മാരെ കൊണ്ടുവരും. എന്നിട്ട് ഇവരെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും എന്താണ്, ഇവർക്ക് മനസ്സിലാകും ഈ പാസ്റ്ററിൻ്റെ അല്ലെങ്കിൽ പാസ്റ്റർ ആനിയുടെ ദേഹത്ത് ഭൂതമുണ്ടെന്ന് മനസ്സിലാകും. പക്ഷേ ഇവർക്ക് ധൈര്യമില്ല പറയാൻ. കാരണം ഈ പാവപ്പെട്ടവൻ വന്ന വണ്ടിക്കൂലിയെങ്കിലും തിരിച്ചു കിട്ടണ്ടേ, അതിനു വേണ്ടിയിട്ട് ഈ പുള്ളി മിണ്ടാതിരിക്കും.
എന്നിട്ട് വിശ്വാസികളുടെ ദേഹത്തെ ഇറക്കും. എന്നാൽ പാസ്റ്ററിൻ്റെ ആരും തൊടിയില്ല. കാരണം പേടിയാണ്. കാരണം എന്താണ്, ഇവർക്ക് എന്തെങ്കിലും കൈമുടക്ക് കിട്ടണ്ടേ, ഒരു ഇച്ചിരി ആകെ ഒരു 2000-3000 കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതുപോലും ഇവർക്ക് കിട്ടിയില്ല. അപ്പം വന്ന വണ്ടിക്കൂലി പോലും ഇവർക്ക് നഷ്ടമാകുമല്ലോ എന്ന് കരുതി ഇവരെന്താണ്, ഉള്ള സത്യങ്ങൾ വിളിച്ചു പറയാതെ എന്താ പറയുക, വിഴുങ്ങിക്കളയുന്ന ഒരുപാട് ദേവദാസന്മാരുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ തമിഴ്നാട്ടിൽ ഈ മനുഷ്യൻ കാണിച്ചു കൂട്ടി ഒരു പോക്കറിത്തരമാണ്. പോക്കറിത്തരം എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും. ഈ ഒരു മനുഷ്യൻ കാണിച്ചു കൂട്ടിയ പോക്കറിത്തരമാണ് ആ ഇത്തിരി പോകുന്ന പൊടി കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് അടിച്ചത്. അപ്പോൾ ഈ ആരുടെ ദേഹത്തായിരുന്നു ശരിക്കും ഭൂതമുള്ളത്? ഈ പുള്ളിയുടെ ദേഹത്തല്ലേ ഭൂതമുള്ളത്? ആർക്കും പിടികൊടുത്തില്ല. കാരണം പാസ്റ്ററാണല്ലോ, ആർക്കും പിടികിട്ടിയില്ല എന്നുള്ളതാണ്. കാരണം കർത്തൃമേശ കൊടുക്കുകയും ചെയ്യും, കർത്തൃമേശ എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളതിൻ്റെ ഒന്നും ദേഹത്ത് നിന്ന് പിശാച് വിട്ടുപോകില്ല. കാരണം എന്താണെന്ന് പറയുമ്പോൾ ആ പിശാച് അവകാശം പറയുന്നത് ഞാൻ കർത്തൃമേശ എടുക്കുന്ന പിശാചാണ്, അല്ലെങ്കിൽ ഞാൻ കർത്തൃമേശ കൊടുക്കുന്ന പിശാചാണ്, അതുകൊണ്ട് ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞിരിക്കുന്ന കുറേ പിശാചുകൾ ഇതുപോലെയുള്ള പാസ്റ്റർമാരുടെ ദേഹത്ത് കൂടിയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ മെയിൻ അടിസ്ഥാനം എന്താണ്? നമ്മൾക്കറിയാം, ഒരു മനുഷ്യന് ആത്മീയമായി വളരണമെങ്കിൽ അവൻ എന്ത് വേണം? വചനം വേണം. വചനത്തിൻ്റെ അടിത്തറ ഉണ്ടാകണം. വചനത്തിൻ്റെ അടിത്തറ ഇല്ല എങ്കിൽ ഇതുപോലെയുള്ള കാട്ടിക്കൂട്ടലുകൾ നടത്തും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാകുന്നില്ല. സ്വന്തം കുഞ്ഞുങ്ങളെ അടിച്ച് ശരിപ്പെടുത്തിയിട്ട് ആ കുഞ്ഞുങ്ങൾ ഇപ്പോൾ കൊല്ലാഞ്ഞത് ഭാഗ്യം, അത്ര ഇപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ അല്ലേ? ഇന്ന് പലരും നമ്മൾക്കറിയാം അമിത ഭക്തിയും അമിത വിശ്വാസവുമായിട്ട് നടക്കുകയാണ്. കുറേ എണ്ണം ഹോസ്പിറ്റലുകളിൽ പോവുകയില്ല, പ്രാർത്ഥിച്ചാൽ ഭേദമാകുമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും സൗഖ്യം കൊടുക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലൊന്നും പറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ സൗഖ്യം എന്താണ്? അത് ദൈവത്തിൻ്റെ ഒരു മഹത്വം വെളിപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് അല്ലേ ഈ രോഗസൗഖ്യം എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ഹിതമാണ്, ആർക്ക് കൊടുക്കണം കൊടുക്കണ്ട എന്നുള്ളത്. ഇത് ചുമ്മാ ചിലർ ഒരു വിശ്വാസവുമില്ല, ജീവിതത്തിൽ യാതൊരു സാക്ഷ്യവുമില്ല, എന്നിട്ട് ഇരുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ല. കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖം വന്നാൽ, കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ല, പകരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടം പോലെയുണ്ട്. കാരണം വചനത്തിൻ്റെ അടിത്തറ ഇവർക്കില്ല അല്ലേ? നമ്മൾക്കറിയാം എന്തോരം പെണ്ണ് കേസുകളൊക്കെ വരുന്നുണ്ട് അവിടുന്ന് അല്ലേ? ഒത്തിരി കേസുകൾ. കേരളത്തിലും കുറവൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ പിന്നെ ഇങ്ങനെ എന്താ പറയുക, ഒരു സേഫ് സോണിലൊക്കെ പോവുകയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് കുറേ വരുന്നുണ്ടല്ലേ? ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ്? വചനത്തിൻ്റെ അടിത്തറയിൽ. കാരണം ദൈവഭയമില്ല. വചനത്തിൻ്റെ അടിത്തറ ഉണ്ടെങ്കിലേ നമ്മൾക്ക് എന്ത് വരത്തുള്ളൂ? നമ്മൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഭയം വരത്തുള്ളൂ അല്ലേ? വചനമില്ല എങ്കിൽ നമ്മൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഭയം വരത്തില്ല. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടും. ഇതുപോലെയുള്ള കുറേ മടയത്തരങ്ങൾ കാണിച്ചു കൂട്ടും. വന്നിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലൂടെ പോയി കഴിഞ്ഞാൽ എന്താണ്? വചനവുമില്ല, എന്താ പറയുക, ജീവിതവുമില്ല. അവരുടെ പകുതി മുക്കാലും അവർക്കൊരൊറ്റ ശുശ്രൂഷയുള്ള ആത്മശുശ്രൂഷ എന്ന് പറയുന്നത് ആത്മാവിലുമല്ല ശുശ്രൂഷിക്കുന്നത്, ദുരാത്മാവിലായിരിക്കും പലരും ശുശ്രൂഷിക്കുന്നത്. അവർ പരിശുദ്ധാത്മാവിനെ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. വചനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താണ്? ജനത്തിൻ്റെ ജീവിതത്തിന് മാറ്റം വരുന്നില്ല. അതൊരു ഭാഗത്ത്. എന്നാൽ ഒരു 25% നല്ല ദൈവദാസന്മാരും നല്ല വിശ്വാസികളും എന്ന് വെച്ചാൽ നമ്മളെ കഴിഞ്ഞൊക്കെ നല്ലതായിട്ട് പ്രാർത്ഥിക്കുകയും ദേശത്തിനൊക്കെ വേണ്ടി കരയുന്ന ഒരുപാട് ആളുകൾ തമിഴ്നാട്ടിലുണ്ട്. ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ അതുപോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം കൾട്ടുകളുമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക. ഇവിടെയൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താണ്, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആദ്യം ഒരു ദേവദാസൻ, ഇപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒരു വാക്കും കൂടെ കൂട്ടി പറയാം, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, കുറച്ചെങ്കിലും ഒരു വിവരമുള്ള ഒരു ദേവദാസനായിരിക്കണം. ഒന്ന്. രണ്ടാമത് അവരുടെ ജീവിതത്തിലെ സാക്ഷ്യം ഉണ്ടായിരിക്കണം. മൂന്നാമത് അവരുടെ കുടുംബത്തിലെ സാക്ഷ്യം ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ദേവദാസന്മാരൊക്കെയുള്ള സഭകളിലേ നമ്മൾ പോകാവുള്ളൂ. അല്ലാതെ വേറെ ചുമ്മാ ഉള്ള എന്താ പറയുക തട്ടിക്കൂട്ട് സഭകളിലേക്ക് മൂന്ന് പോലെ മുളച്ചു കൊണ്ടുവന്ന തട്ടിക്കൂട്ട് സഭകളിലേക്കൊക്കെ നമ്മൾ പോകാതിരിക്കുക. കാരണം ഒട്ടുമിക്ക എണ്ണത്തിൻ്റെ ദേഹത്തുള്ളത് പിശാചുക്കളായിരിക്കും. അത് നേരെ വിശ്വാസിയുടെ ജീവിതത്തിലോട്ട് വന്നിട്ട് ഇല്ലാത്ത വിഷയം കൂടി ഉണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക. ഈ പുള്ളി ഒപ്പിച്ച പരിപാടി ഒന്ന് നിങ്ങൾ ഓർത്ത് നോക്കിക്കുക. അത്രയും ആ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തിട്ട് അടിക്കണമെങ്കിൽ ഇവനിൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് എത്ര ശക്തനല്ലേ? എത്ര വലിയ ദുരാത്മാവ് ഇവനിലിരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കലും ഈ കുഞ്ഞുങ്ങളെ അടിക്കുവാനായിട്ട് കൂട്ടു നിൽക്കത്തില്ല അല്ലേ? അപ്പോൾ നമ്മളൊന്ന് തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനെയും ദുരാത്മാവിനെയും തിരിച്ചറിയുവാനായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് മുൻപോട്ട് പഠിക്കുക തന്നെ വേണം. അതിന് വചനം നമ്മൾക്ക് അനിവാര്യമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. വചനത്തിൽ നമ്മൾ അടിയുറയ്ക്കുക. കാരണം വചനമാണ് നമ്മളെ കറക്റ്റ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ? നമ്മളെല്ലാവരും കറക്റ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ഓരോ കറക്ഷൻസും തരുന്നത് ആരാണ്? ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവാണ് നമ്മൾക്ക് കറക്ഷൻസ് തരുന്നത്. വചനമില്ല എങ്കിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം.
മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് നമ്മൾ വചനം വായിക്കുക, എന്നിട്ട് പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അല്ലാതെ ഇതുപോലെയുള്ള കൾട്ടുകളല്ലേ, കുഞ്ഞുങ്ങളെ എത്ര ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ പൂട്ടിയിട്ടിട്ട് പിന്നെ ആരെ സുവിശേഷവൽക്കരിക്കാൻ പോയതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തൊരു കഷ്ടമാണ്. പെന്തക്കോസ്ത് കോളത്തിൽ മനുഷ്യന്മാർക്ക് തലയുയർത്തി നടക്കാൻ പറ്റാത്ത വിധത്തിൽ അധപതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുപോലത്തെ കുറേ കൾട്ടുകൾ, കുറേ കള്ളന്മാർ. ഇത് കേരളത്തിലുമുണ്ട്, കേരളത്തിന് വെളിയിലുമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. കുറേ എണ്ണത്തിന് വോട്ടിന് വേണ്ടിയിട്ട് കുറേ എണ്ണത്തിന് ഇതുപോലെ കള്ള പാസ്റ്റർമാരെ കുറേ എണ്ണത്തിന് ഓർഡിനേഷൻ കൊടുത്ത് നിർത്തിയിട്ടുണ്ട് കേരളത്തിലും. ഇതുപോലെ തന്നെ അവിടെ പിന്നെ എനിക്ക് തോന്നും തമിഴ്നാട്ടിൽ ഓർഡിനേഷൻ പോലും വേണ്ട, അതൊന്നും ചോദിക്കാൻ ആർക്കും സമയമില്ല. കാരണം ഇന്നുള്ളവൻ നാളെ പോയിട്ട് പാസ്റ്ററാന്ന് പറഞ്ഞൊരു വചനം പിടിച്ചുകൊണ്ട് ഒരു ബൈബിൾ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കും. കുറച്ച് ആൾക്കാർ കൂടും, അവർ പിന്നെ എവിടെയെങ്കിലും ഇരുന്ന് ആരാധിക്കാൻ തയ്യാറായതുകൊണ്ട് അവിടെ ആൾ കൂടുകയും ചെയ്യും, ഉള്ളത് മുഴുവൻ പെറുക്കി പാസ്റ്ററിന് കൊടുക്കുകയും ചെയ്യും. എന്തൊരു ഗതികെട്ട വിശ്വാസികളുടെ അവസ്ഥയാണല്ലേ, എന്തൊരു ഗതികെട്ട അവസ്ഥയാണിത്. അപ്പോൾ നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ ബുദ്ധിയുള്ള വിശ്വാസികളായിരിക്കുവാൻ ശ്രമിക്കാമില്ല എങ്കിൽ നമ്മളൊക്കെ വെറുതെ എന്താ പറയുക, ദൈവത്തിൻ്റെ മുൻപിലും ദൈവത്തിൻ്റെ നാമത്തെ ദുഷിപ്പിക്കുന്നവരാകും. ഇതൊക്കെ എന്താണ്, ദൈവത്തിൻ്റെ നാമത്തെ ദുഷിപ്പിക്കുക ചെയ്യുന്നത് അല്ലേ, ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ദൈവത്തിൻ്റെ നാമത്തെ ദുഷിപ്പിക്കുന്നവരാകാതെ ബുദ്ധിയുള്ളവരായിട്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മൾക്ക് കൃപ തരട്ടെ, പരിജ്ഞാനം തരട്ടെ, വിവേകം തരട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.